കഴിഞ്ഞ 7-ാം തീയതിയാണ് തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശിനി ശ്യാമള ഗർഭാശയ മുഖ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായത്. അന്ന് തന്നെ ആശുപത്രി വിടുകയും ചെയ്തു. കിംസ് ഹോസ്പിറ്റലിലെ ഈ ഗീത ഡോക്ടറുടെ ഗുരുതരമായ ചികിത്സാ പിഴവ് കാരണമാണ് ഈ അമ്മയ്ക്ക് ആ ഇൻറ്റസ്റ്റൈനിൽ ഇഞ്ചുറി വന്നത്. അങ്ങനെ സർജറി ചെയ്യാനായിട്ട് അമ്മയെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ സർജറി ചെയ്തപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ ആ പഴുപ്പ് ഉണ്ടായിരുന്നു. ആ പഴുപ്പ് നീക്കം ചെയ്ത് വന്നപ്പോൾ ഇൻഫെക്ഷനായി, വൃക്ക ഫെയിലറായി, അങ്ങനെ ഡയാലിസിസ് നടത്തി, അങ്ങനെ കാർഡിയാക് അറസ്റ്റ് വന്ന് അമ്മ മരണപ്പെടുകയാണ് ചെയ്തത്. ചികിത്സാ പിഴവ് ആശുപത്രി അധികൃതർ സമ്മതിച്ചതായി കുടുംബം പറയുന്നു. പക്ഷേ ഡോക്ടർക്കെതിരെ പോലും തുടർ നടപടി ഉണ്ടായില്ല. അവർ ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ ഇഞ്ചുറി വന്നു, അത് വരാൻ പാടില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നെ അവർ സൈലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്തത്. അവർക്ക് മനസ്സിലായി ഇത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്കാണെന്ന്. വിഷയത്തിൽ പ്രതികരണത്തിന് ആശുപത്രി അധികൃതരും തയ്യാറല്ല. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടതിന്റെ സങ്കടം മാത്രമല്ല ഇവർക്ക്. ഇനിയൊരാൾക്കും ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട നിയമമെന്നും പറയുന്നു ശ്യാമളയുടെ മകൻ. ഇത്തരം ചികിത്സാ പിഴവ് ഡോക്ടർമാരെ ജീവപര്യന്തം തടവ് ഉൾപ്പെടെയുള്ള റിഗറസ് ആയിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവരുടെ സംഘടന IMA പോലെയുള്ള സംഘടനകൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത്തരം ഡോക്ടർമാരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഇത് ആവർത്തിക്കപ്പെടില്ല. അന്വേഷണം പൂർത്തിയാകും വരെ ആരെയും പ്രതിക്കൂട്ടിൽ നിർത്താനാവില്ല. പക്ഷേ കുറ്റം തെളിഞ്ഞാൽ ഉചിതമായ ശിക്ഷ നൽകിയില്ലെങ്കിൽ ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.